എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിക്ക് എങ്ങനെയാണ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കൊണ്ടാട്ടമായാലോ. ചിക്കനെ കൊണ്ട് വെറൈറ്റി ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഒരു 1.5 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ നമുക്കെല്ലാം കൂടി ഒന്ന് പുരട്ടി എടുത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് ഒരു ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി, ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. ഇതൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. നല്ലപോലെ തിരുമ്മി ഇനിയിപ്പോൾ നമുക്കിത് 2 മണിക്കൂറിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് ആദ്യമേ ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണേ. നമ്മൾ 2 മണിക്കൂറായി ഇത് നമ്മുടെ ചിക്കൻ പുരട്ടിയെല്ലാം വെച്ചിട്ട്. ഇനി നമുക്ക് നല്ലപോലെ ചൂടായ എണ്ണയിൽ നമുക്കിതൊന്ന് വറുത്ത് എടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാവേ. ഒരു മീഡിയം കഷ്ണമാക്കി നമ്മൾ കടയിൽ നിന്ന് കിട്ടി വെച്ചുകൂടെ ഒന്ന് ചെറുതാക്കി എടുക്കാം. നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാതെ നമുക്ക്. നമ്മുടെ ചിക്കൻ ഏകദേശം നന്നായിട്ടൊന്ന് ഇതായിട്ട് വന്ന് ചൂടൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ച് വറുത്ത് കോരിയെടുക്കാതെ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാതെ. ഒത്തിരി കറുമുറാന്ന് നമ്മുടെ ചിക്കൻ ആകണ്ട. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിക്കനൊക്കെ വറുത്ത് വെച്ചു. പിന്നെ നമ്മളൊരു പാനെടുപ്പയിലേക്ക് വെച്ചു. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ അതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്നത്, നമുക്ക് അതിനകത്തോട്ട് 1 സവോള ഞാൻ അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്, കനം കുറച്ച്. അത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത്. അതിനകത്തോട്ട് 2 തണ്ട് കറിവേപ്പില, ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാതെ. ഈ സവോളയൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ശകല ഉപ്പ് കൂടെ, നമ്മൾ ചിക്കൻ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് നമ്മൾ സവോളയ്ക്ക് മാത്രമുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഉള്ളി ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി
ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് പോകുന്നോടം വരെ നമുക്ക് നമ്മുടെ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി. ഇനി നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ചില്ലി ഫ്ലെക്സ് ആണ്. നമുക്കതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതാണ് ഇച്ചിരി പൊടിഞ്ഞ് കിടക്കുന്നത്. ഇനി നമുക്കിതിനകത്തോട് ചേർത്ത് കൊടുക്കേണ്ട ഒരു 2 ടീസ്പൂണ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും. നമ്മുടെ ചില്ലി ഫ്ലെക്സിൻ്റെയൊക്കെ നല്ല എരിവുമൊക്കെ ഉണ്ട്. നമ്മുടെ ആ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു ചെറിയൊരു മധുരവും. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കന് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം നമ്മൾ ഇളക്കി ആ വെള്ളവും ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഇതങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് വിളമ്പി മാറ്റി വെക്കാവേ. അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റേതായ സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കുഞ്ഞു കുഞ്ഞു വീഡിയോസും നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.